അരൂർ തുറവൂർ പാത അവസാന ഘട്ടത്തിലേക്ക്. സ്വപ്നപാത 12.75 കിലോമീറ്റർ. ഗർഡർ പണി പുരോഗമിക്കുന്നു. അരൂർ തുറവൂർ പോകാൻ വെറും 10 മിനിറ്റ്. നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യസ് ലാർജസ്റ്റ് 6-lane എലിവേറ്റഡ് ഹൈവേ. ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബസ്സിലൊരു യാത്രയാണ്. അരൂർ മുതൽ തുറവൂർ വരെ ബസ്സിലിരുന്നു കൊണ്ട് നമ്മുടെ സ്വപ്നപാതയുടെ നിർമ്മാണങ്ങളിലൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. നമ്മളിപ്പോൾ അരൂരിൽ നിന്നാണ് ബസ്സിൽ കയറിയിട്ടുള്ളത്. ഈ ഉയരപ്പാതയുടെ ആദ്യഘട്ട കോൺക്രീറ്റൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉയരപ്പാത നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ മീഡിയയിൽ കൂടെ കാണുന്നതാണ്. ഇതെല്ലാം ഒരു വലിയ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതൊക്കെ സഹിക്കേണ്ടതാണ്. അരൂർ മുതൽ തുറവൂർ വരെ ഇതിന് 12.75 കിലോമീറ്ററാണ്. ഇതിനകത്ത് 354 തൂണുകളാണ് ഈ എലിവേറ്റഡ് പാതയ്ക്കായി നിർമ്മിക്കുന്നത്. തുറവൂർ ജംഗ്ഷൻ മുതൽ വടക്ക് ഭാഗത്തേക്കൊക്കെ കുറേ സ്റ്റീൽ ഗട്ടറുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് 35 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് ഗട്ടറാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഏതാണ്ട് 4 തുറവൂറിലെ ഒരു 4 തൂണുകൾ തമ്മിലുള്ള പാതയിലെ 200 മീറ്റർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ പണികൾ പുരോഗമിച്ചിട്ടുള്ളത്. അതായത് ഈ ഗട്ടറുകളിലൊക്കെ വെക്കുന്നതിനുള്ള തട്ടുകളൊക്കെ ഒരുക്കി കമ്പികളൊക്കെ കെട്ടി ഇങ്ങനെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന ഗതാഗത പ്രശ്നങ്ങൾ നിരവധിയാണ്, നമുക്കറിയാം. നിലവിലിപ്പോൾ അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് പോകുന്ന കിഴക്ക് ഭാഗത്തെ റോഡ് ആദ്യം ടാർ ചെയ്യുന്നുണ്ട്. വാഹന ഗതാഗതം എല്ലാം ഇപ്പോൾ ഡൈവേർട്ട് ചെയ്തൊക്കെയാണ് പോകുന്നത്. അരൂക്കുറ്റി വഴിയും അതുപോലെ തീരദേശ പാത വഴിയൊക്കെ ആളുകൾക്ക് പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 12.75 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആകെ ചെലവ് വരുന്നത് 1688.5 കോടി രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 106.14 ഹെക്ടർ ഭൂമി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ട് തുക തന്നെ ഏതാണ്ട് 3180.53 കോടി രൂപ തന്നെ അതിന് തുക വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ 6 വരി പാത ഒറ്റ തൂണിലുള്ള ഏറ്റവും വലിയ ഉയരപ്പാത എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു എലിവേറ്റഡ് ഹൈവേക്കുണ്ട്. കേരളത്തിലുണ്ടാകുന്ന മഴ ഇതിൻ്റെ പ്രവർത്തനത്തെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഏതാണ്ട് 2000 തൊഴിലാളികളുള്ള നാസിക്കിലുള്ള ഒരു കമ്പനിയാണ് ഇത് ഏറ്റെടുത്തതെന്ന് അറിയാൻ കഴിയുന്നത്.
2000 തൊഴിലാളികൾ വിവിധ ഭാഗങ്ങളിലായി, ഇത് എൻ്റെ 5 റീച്ചുകളിലായിട്ടാണ് പണികൾ നടക്കുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളിലായി 2-3 ഷിഫ്റ്റുകളിലായി ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ താഴെ കൂടിയുള്ള പോക്ക്, ഇവിടുത്തെ റോഡൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഊർജിതമായ പണികൾ തീർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കേരളത്തിന് നല്ല, ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഒരു പാതയാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്നതാണ്. ഈ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഈ കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി വേഗത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത് രാത്രി മാത്രമായിരുന്നു സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ ജോലി തുടർന്നാൽ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധ്യമാകില്ല എന്ന ഒറ്റ കാരണത്താൽ കരാറൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന പൂനെ കേന്ദ്രമായുള്ള അശോക് ബിൽഡ്കോൺ കമ്പനിയാണ്. അവരിപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ ഗർഡറുകളൊക്കെ പുത്തൻചന്ത, അതുപോലെ ചേർത്തല മായിത്തറ അവിടേക്കുള്ള യാർഡിൽ നിന്ന് 32 മീറ്റർ നീളമുള്ള 30 കോൺക്രീറ്റ് ഗർഡർ ഈ പുള്ളർ ട്രെയിലറിൻ്റെ സഹായത്തോടാണ് തുറവൂർ, കുത്തിയതോട്, ചന്തിരൂർ എന്നിവിടങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി പോകുമ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇത് 5 റീച്ചുകളായിട്ടാണ് ഇതിൻ്റെ പണികൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, തുറവൂരിൽ നിന്ന് തുടങ്ങിയാൽ അരൂര് വരെയുള്ള ഒറ്റ പാതയായിട്ട്, 6 വരിയുടെ ഒറ്റ പാതയായിട്ട് തന്നെ പോകും. ഇതിന് എക്സിറ്റ് എനിക്ക് തോന്നുന്നില്ല, ഇതിന് എക്സിറ്റ് എവിടെയെങ്കിലും ഇതിനിടയ്ക്ക് ഉണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സംശയമുണ്ട്. ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ പണികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പം അരൂര്, കുത്തിയതോട്, ചന്തിരൂർ എന്നിവിടങ്ങളിലായി 200-ൽ താഴെ ഗർഡറുകൾ മാത്രമാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ജോലികളൊക്കെ നമ്മുടെ കാലവർഷത്തിന് മുമ്പായി ഈ സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് തുറവൂർ ഇറങ്ങാറാകുകയാണ്. തുറവൂർ ഭാഗം വരെയാണ് ഇതിൻ്റെ പണികൾ. തുറവൂർ ഭാഗത്താണ് കൂടുതൽ, തെക്ക് ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇതിൻ്റെ പ്രോഗ്രസ് ഉള്ളത്. നമുക്ക് അടുത്ത ഒരു വ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.